അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സീദി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധമായ റഹ്മത്തിൻ്റെ പത്ത് നമ്മിൽ നിന്നിങ്ങനെ അതിവേഗം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അള്ളാഹിൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടണ്ടേ? ആ റഹ്മത്ത് കിട്ടുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പടച്ചോൻ്റെ റഹ്മത്ത് നമ്മൾ ചോദിച്ചു വാങ്ങണം. അള്ളാഹു എല്ലാം തരുന്നവനാണ്. ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കണേ, ഞാൻ എല്ലാം തരാം, ഞാൻ ഉത്തരം തരാൻ തയ്യാറാണെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അള്ളാഹു എല്ലാം തരാൻ തയ്യാറായിരുന്നിട്ടും നമ്മൾ എത്ര പേര് ചോദിക്കുന്നുണ്ട്? അള്ളാഹുവിലേക്ക് മനസ്സറിഞ്ഞ് കൈകൾ ഉയർത്തണം. ഒരു 33 തവണ ചൊല്ലിക്കുക, അവൻ്റെ റഹ്മത്ത് എനിക്ക് കിട്ടണമെന്ന ഉറച്ച ബോധ്യത്തിൽ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും പറഞ്ഞതെന്താ? നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് മാത്രമൊന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല. റബ്ബിൻ്റെ റഹ്മത്തില്ലെങ്കിൽ അപ്പോൾ മുത്തുനബിയെ അങ്ങേക്കും പറ്റില്ലേ? ഇല്ല. എൻ്റെ റബ്ബിൻ്റെ കരുണയില്ലാതെ ഞാനും സ്വർഗത്തിൽ കടക്കൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താ അമല നമ്മൾ ചെയ്തിട്ടുള്ളത്? ചെയ്ത അമലിന് എന്ത് ഇഖ്ലാസ് ഉള്ളത്? നമുക്കൊന്ന് രക്ഷപ്പെടണ്ടേ സഹോദരങ്ങളെ? അള്ളാഹിന്റെ കാരുണ്യം നമുക്ക് കിട്ടണം. അതില്ലാതെ ഒരു രക്ഷയും നമുക്ക് ലഭ്യമാവുകയില്ല. മനസ്സറിഞ്ഞ് യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം, 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 യാ റഹ്മാനു യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം, 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 യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, നിന്റെ കരുണയല്ലാതെ ഞങ്ങളിലില്ല അല്ലാഹ്. നിന്റെ കാരുണ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാൻ എന്ന് വിളിക്കുന്നത് പടച്ചോന് ഭയങ്കര ഇഷ്ടമാണ്. റഹീം എന്ന് വിളിക്കുന്നത് അത്രമേൽ ഇഷ്ടമാണ്. കരുണ ചെയ്യുന്നവനെ, കാരുണ്യവാനേ, ഈ വിളി കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവനാണ് നമ്മുടെ റബ്ബ്. നമ്മളേത് കാര്യവും ആ റബ്ബിൻ്റെ നാമത്തിൽ ഇല്ലേ? നമ്മുടെ ജീവിതം ആ റബ്ബിൻ്റെ നാമത്തിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, 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 ബിസ്മില്ലാഹിർ റഹ്മാനിർ الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم. റഹ്മാനും റഹീമുമായ അല്ലാഹ്,
പടച്ചവനെ നീ ഞങ്ങളെ കൈവടിയല്ലേ ചമ്പുരാനെ. നിന്റെ കാരുണ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. നിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരച്ചാക്കല്ലേ അല്ലാ. ഈ കാരുണ്യം ആസ്വദിക്കാൻ പറ്റണമെങ്കിലേ നമ്മുടെ കൽബൊന്ന് തുറന്നു കിട്ടണം. വേണ്ടേ? കൽബ് തുറയണം. ഈ ഹൃദയം മുഴുവൻ ഇങ്ങനെ അഴുക്കുകളാൽ നിറഞ്ഞിരിക്കുകയാണില്ലേ? കാപട്യം, ഹറാമ്, തോന്നിവാസം ഇതൊക്കെ നിറഞ്ഞിരിക്കാൻ നമ്മുടെ കൽബില്. പിന്നെ എങ്ങനെയാണ് അള്ളാന്റെ വെളിച്ചം കിട്ടണത്? അപ്പൊ അള്ളാന്റെ വെളിച്ചം പടച്ചവനോട് ചോദിക്കണം. മനസ്സറിഞ്ഞ് അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ, اللهم اجعل في قلبي نورا، 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 اللهم اجعل في قلبي نورا. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, ഞങ്ങളുടെ കൽബ് നീയൊന്ന് തുറന്നു തരണേ അല്ലാ. ഈ പടച്ചവന്റെ റഹ്മത്തൊക്കെ ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ കൽബ് തുറക്കപ്പെട്ടവരായിരിക്കണം. കൽബ് ഇങ്ങനെ അടഞ്ഞിരുന്നാൽ, സീൽ വെക്കപ്പെട്ടാൽ, നമ്മളിങ്ങനെ കുറെ തോന്നിവാസങ്ങൾ ചെയ്യുമ്പോൾ, തെമ്മാടിത്തരങ്ങൾ ചെയ്യുമ്പോൾ, നിരന്തരം തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹ് കൽബിനെ അങ്ങ് സീൽ വെക്കും. നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത എന്താ മക്കളെ? നമുക്ക് സന്തോഷത്തോടെ പെരുമാറാൻ പറ്റാത്ത എന്താ? കൽബ് സീൽ വെക്കപ്പെട്ടു പോയതുകൊണ്ടാണ്, കൽബ് കടുത്തു പോയതുകൊണ്ടാണ്. അതൊന്ന് പ്രകാശപൂരിതമാകണം. അതിന് അള്ളാന്റെ നൂറ് വേണം. എന്ത് വേണം? അള്ളാന്റെ നൂറ്. ആ നൂറാണ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അള്ളാഹ് നമുക്ക് തന്നിട്ടുള്ളത് ഇല്ലേ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്
حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله حق لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله حق لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله حق لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله حق لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله എനിക്ക് അല്ലാഹ് മതി അല്ലേ? എനിക്ക് ആര് മതി? എനിക്ക് അല്ലാഹ് മതി. ആ ബോധ്യമാണ് ഈ ബൈത്തിലൊക്കെ ഉള്ളത്. അല്ലാഹ് മതി എന്ന് പറയുമ്പോൾ എനിക്ക് അല്ലാഹനെ കിട്ടാനുള്ള നൂറാണ് നൂറേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മദദ് കൊണ്ട് അല്ലാഹു നമ്മുടെ നോമ്പൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞ് ചൊല്ലിക്ക് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله. ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് സ്വർഗീയ ലോകത്ത് നാളെ ഞങ്ങൾ വരുമ്പോ യാ റബ്ബനാ റയ്യാൻ എന്ന കവാടത്തിലൂടെ കടന്ന് ഞങ്ങളുടെ പേരിലുള്ള തോട്ടങ്ങളിൽ സന്തോഷിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. വളരെയധികം പ്രത്യേകതയുള്ള നമ്മുടെ ജീവിതത്തിൽ സമാധാനം നിറയാൻ പറ്റിയ അള്ളാന്റെ കാവൽ ലഭിക്കാൻ പറ്റിയ ഒരു ഭാഗമാണ് സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ 3 ആയത്തുകൾ. ലൗ അൻസൽനാ എന്ന് തുടങ്ങുന്ന ആ ആയത്ത് കഴിഞ്ഞിട്ട് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന ചില ആയത്തുകളുണ്ട്. ഒരുമിച്ചൊന്ന് ഓതിക്കുക. ഓതാൻ പറ്റാത്തവരെ കൽബ് കൊണ്ട് കേട്ടാൽ മതി കേട്ടോ, ശരിക്കും കേൾക്കാലോ അല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون
هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم صدق الله العظيم. ഈ പരിശുദ്ധ ആയത്ത് ഡെയിലി ഒരു തവണയെങ്കിലും ഈ ആയത്തുകൾ ഓതാതെ നമ്മുടെ ലൈഫ് കടന്നു പോകാൻ പാടില്ല. അള്ളാഹിന്റെ പ്രത്യേകമായ സംരക്ഷണം, മനസ്സിന് സമാധാനം, ആരും ആശ്വസിപ്പിക്കാനില്ലെങ്കിലും എനിക്ക് എൻ്റെ റബ്ബുണ്ട് എന്നുള്ള ബോധ്യമൊക്കെ ഈ ആയത്തുകളിൽ നിന്ന് ലഭിക്കും. അങ്ങനെ അത് പതിവാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹിന്റെ തിരുനോട്ടം ലഭിക്കാൻ ഒരു 33 തവണ ചൊല്ലിക്കേ. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, മാഷാ അല്ലാഹ് لا قوة إلا بالله ما شاء الله 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 لا قوة إلا بالله. ثم الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ കരുണക്കടലായ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞ് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പലരും മാരക രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അതുപോലെ മക്കളുടെ എക്സാം എടുത്തു പ്രത്യേകം ദ്വാരക്കണം എന്ന് പറഞ്ഞവർ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ,
യാ റബ്ബന. അതുപോലെ തന്നെ നമ്മുടെ ഈ സദസ്സിൽ, നമ്മുടെ ഈ റസാ വ്ലോഗ്സിൽ ഒരു മജ്ലിസ് കിട്ടിയാൽ ഉടൻ തന്നെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകട്ടെ. അതുപോലെ നമ്മുടെ റിലീഫ് പദ്ധതി ചേർത്ത് പിടിച്ചിട്ട് പല ആളുകളും ആ പാവപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നവരുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെയും നമ്മുടെയൊക്കെ മുറാദുകൾ ഹാസിലാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ റഹീമായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇതിന്റെ മിസ്ല് സവാബ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ പൊരുത്തം നൽകണേ അല്ലാഹ്, മദദ് നൽകണേ അല്ലാഹ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം നൽകണേ അല്ലാഹ്. ആ ഹബീബിനോടുള്ള മഹബ്ബത്ത് നൽകണേ അല്ലാഹ്. ആ മഹബ്ബത്തിലൂടെ നിന്നെ തിരിച്ചറിയാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ന്യൂനതകളേറെയുണ്ടെങ്കിലും ഞങ്ങൾ അനുഷ്ഠിച്ച നോമ്പുകൾ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂൽ ചെയ്തില്ലെങ്കിൽ നിന്റെ നരകത്തിലെ വിറക് കഷ്ണങ്ങളാണ് അല്ലാഹ്. റമളാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാഹ്. റമളാൻ പ്രതികൂലമാകുന്നവരിൽ പെടുത്തല്ലേ അല്ലാഹ്. റമളാൻ എതിരാകുന്നവരിൽ പെടുത്തല്ലേ അല്ലാഹ്. റമളാനിന്റെ ശുപാർശ നൽകണേ അല്ലാഹ്. ഖൽബിൽ ഒരുപാട് വേദനകളുണ്ട്, സങ്കടങ്ങളുണ്ട്. എല്ലാ സങ്കടങ്ങളും നീ അകറ്റണേ അല്ലാഹ്. ഏത് വിഷമത്തിലാണോ ഞങ്ങൾ പ്രയാസപ്പെടുന്നത് ആ പ്രയാസം നീ അകറ്റണേ അല്ലാഹ്. നിന്നോടുള്ള മഹബ്ബത്ത് തരണേ അല്ലാഹ്. ഖൽബൊന്നു തുറന്നു തരണേ അല്ലാഹ്. നിന്റെ നൂറ് കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. കുടുംബങ്ങളിൽ സന്തോഷം നൽകണേ അല്ലാഹ്. ഇണകളെ, സന്താനങ്ങളെ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെയും നന്നാക്കണേ അല്ലാഹ്. നേർവഴിയിലാക്കണേ അല്ലാഹ്. ഒരുപാട് മക്കളാണ് പലവിധ പരീക്ഷകൾ എഴുതാൻ തയ്യാറെടുക്കുന്നത്. ഉന്നത വിജയം നീ നൽകണേ അല്ലാഹ്. ഉന്നത വിജയം നൽകണേ അല്ലാഹ്. ഉന്നത വിജയം നൽകണേ അല്ലാഹ്. യാ റബ്ബനാ യാ റബ്ബസ് സമാവാതി വൽ അർള്. ആകാശഭൂമികളെ പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകളെല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. നീ അതെല്ലാം ഹാസിലാക്കണേ അല്ലാഹ്. കടക്കെണിയിൽപ്പെട്ടവരുണ്ട്, മോചനം തരണേ അല്ലാഹ്. തൊഴിലിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. കടം പെരുകി പെരുകി വല്ലാത്ത അവസ്ഥയിലാണെന്ന് പറഞ്ഞവരുണ്ട്, കടങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. സ്ഥലം കച്ചവടമാകാതെ കിടക്കുന്നു, യാ റബ്ബനാ നീ എളുപ്പമാക്കണേ അല്ലാഹ്. മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, കൊല്ലങ്ങളായി മരുന്ന് കഴിക്കുന്നവരുണ്ട്, യാ റബ്ബനാ നീ നൽകണേ അല്ലാഹ്. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം നൽകണേ അല്ലാഹ്. ഈ സദസ്സിൽ പങ്കെടുക്കുന്നത് ഏത് മുറാദ് വെച്ചുകൊണ്ടാണെങ്കിലും ആ മുറാദുകളെല്ലാം നീ നടപ്പിലാക്കണേ അല്ലാഹ്. യാ റബ്ബനാ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ ആരെല്ലാം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടിട്ടുണ്ടോ അവരുടെ എല്ലാം കബറിടങ്ങളിലേക്ക് ഈ സദസ്സിന്റെ മിസ്ല് സവാബ് എത്തിക്കണേ അല്ലാഹ്. സന്തോഷമേകണേ അല്ലാഹ്. സൗഭാഗ്യങ്ങൾ നൽകണേ അല്ലാഹ്. അദാബുകളിൽ നിന്ന് കാവലേകണേ അല്ലാഹ്. ഞങ്ങൾ നൽകിയ ഹദിയകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ബാപ്പയെയും ഉമ്മയെയും നീ അദാബിലാക്കല്ലേ അല്ലാഹ്. യാ റബ്ബനാ, ജീവിച്ചിരിക്കുന്നവർക്ക് ഞങ്ങളടക്കം ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. നിന്റെ ത്വാഅത്തിലായി ജീവിക്കാൻ, നിന്റെ ത്വാഅത്തിലായി മരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പരിശുദ്ധ ഭൂമിയിൽ വന്ന് ഉംറ ചെയ്യാതെ, ഹജ്ജ് ചെയ്യാതെ, സിയാറ ചെയ്യാതെ ഞങ്ങളെ റൂഹ് നീ പിടിക്കല്ലേ അല്ലാഹ്. മദീന കാണാതെ തിരിച്ചു വിളിക്കല്ലേ അല്ലാഹ്. ഈ ദുനിയാവിലെ ചൂട് പോലും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നാളെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങി കുളിച്ചു നിൽക്കുമ്പോൾ ആരാരും തുണയില്ലാത്ത സമയത്ത് സർവരേ ആലം താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൃത്യം 6 മണിക്ക് രാവിലെ സ്വഭാവുൽ ഖൈർ ഉണ്ട്, എല്ലാവരും പങ്കെടുക്കണം. ഈ മജ്ലിസ് ഇപ്പൊ പങ്കെടുത്തവർ തന്നെ ഈ രാവിലൊക്കെ കയറിയിട്ട് പങ്കെടുത്ത് വീണ്ടും വീണ്ടും അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.